ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള കുർത്തയും പലാസോ പാൻറ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഫാബ്രിക് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ഫാബ്രിക്കാണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റയിൽ ഒരു പേജിൽ നിന്നാണ്, സൂസൻ കളക്ഷൻ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതാണ് അവരുടെ പേജ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. റണ്ണിങ് പീസ് ആയിട്ടുള്ളതും പിന്നെ അജ്രക് പ്രിൻറ്റിൽ വരുന്നതും പിന്നെ സൽവാസും സാരീസും അങ്ങനെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അവർക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണിത്. ഞാൻ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചാണ്, പാൻറ്റും ടോപ്പും വരുന്ന പോലെ. ഇനി അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പ്രിൻറ്റും പിന്നെ ഒരു ഭാഗത്ത് പ്ലെയിൻ വൈറ്റ് പോലെയാണ് ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പാൻറ്റും എന്താ പറയുക കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എത്രയാണ് വിടുത്ത് വരുന്നതെന്നുള്ളത്. 36 ആണ് വിടുത്ത് വരുന്നത്, ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിടുത്ത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. ഇപ്പം മടക്കി ഇങ്ങനെ വെച്ചാൽ നല്ല ലെങ്ത്തിൽ നമുക്ക് നല്ല ഫുൾ ലെങ്ത്തിലുള്ള ടോപ്പ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഞാൻ കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് പാൻറ്റിന് വേണ്ടിയിട്ടാണ്. സെയിം അതേപോലെ തന്നെയാണ് വരുന്നത്. എന്താ പറയുക, മേളിലെ ഭാഗത്ത് പ്രിൻറ്റും അകത്ത് വൈറ്റ് ഷെയ്ഡ് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ വൈറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പലാസോ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ തന്നെ ടോപ്പാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനൊക്കെ എന്താ പറയുക, കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മടക്കി വെക്കുക. ഓക്കെ, 4ആയിട്ട് മടക്കുമ്പോൾ അപ്പുറം അറ്റം വരേക്കൊന്നും മടക്കണ്ട, വെറുതെ ക്ലോത്ത് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം മടക്കുക. ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എത്രയായിരിക്കും നിങ്ങൾ വിടുത്ത് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ മടക്കിയാൽ മതി. പിന്നെ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 46 ആണ്. ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 46 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഷോൾഡറാണ് കൊടുക്കുന്നത്. ഷോൾഡറിന് 7 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 ആം ഹോളും കൊടുക്കുന്നുണ്ട്. ഈ അളവ് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ, ഓരോ ആൾക്കാർ സൈസിനനുസരിച്ചിട്ട് മാറും. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ 10 ആണ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ 10 കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ അവിടെ 9. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 താഴ്ത്തിയിട്ട് സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും ഞാൻ എന്താ പറയുക 9.5 അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അത് നിങ്ങളുടെ ചുരിദാറിൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്താലും മതി, അല്ലാണ്ട് എന്താ പറയുക നമുക്കത് മനസ്സിലാവില്ല. ചുരിദാറിൻ്റെ അളവ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി അത് കഴിഞ്ഞ് താഴത്തും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് വരച്ച് കൊടുത്തിട്ട് സൈഡിൽ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി നമ്മൾ വരച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതും കൂടി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ സൈഡിലിങ്ങനെ 1 ഇഞ്ചിൽ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിൽ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. അല്ലാതെ നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു വര വരച്ചിട്ട് പിന്നെ എക്സ്ട്രാ എടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോയാലോ, അതുകൊണ്ട് വരച്ചിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അധികം വരച്ച് കൊടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ലെങ്ത്തിൻ്റെ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നെക്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കാരണം പ്ലെയിൻ ആയിട്ട് ഇരിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ചെറിയൊരു ഡിസൈൻ നെക്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലിങ്ങനെ ചെറിയൊരു പാൻറ്റിൻ്റെ പീസ് നെക്കിൽ വരുന്ന പോലെ. അപ്പോൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, ഒന്നിച്ച് കട്ട് ചെയ്യണ്ട. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കാണിക്കാം. കാരണം ബാക്ക് നെക്ക് നമുക്ക് 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 5.5 ഇഞ്ച് ഇറക്കം അത്രയേ എടുക്കുന്നുള്ളൂ. 3 ഇഞ്ച് വിഡ്ത്തിൽ അവിടെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് പിന്നെ റൗണ്ടാക്കി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് നെക്കിലാണ് നമ്മൾ ഡിസൈനും കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി 3 ഇഞ്ച് വിഡ്ത്തിൽ 5.5 ഇഞ്ചാണ് നമുക്ക് നെക്ക് നോർമലി വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ഇറക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട, ഒരു 14 നമ്മൾ യോക്കിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെയാണ് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തത്. ഒരു 12. ഓക്കെ, 12 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
ഓക്കെ, അങ്ങനെ നോക്കിയാൽ മതി. 12 ഇഞ്ച് ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. ഇനി അവിടെയും ഒരു സ്ക്വയർ പോലെ വരയ്ക്കുക. ഇതേപോലെ സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് വി, ഓക്കെ മനസ്സിലായി, വീനക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ റൗണ്ടായിട്ടല്ല, വി ആയിട്ടാണ് എടുക്കുന്നത്. അതെന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് നല്ല ഇറക്കം വരുന്ന പോലെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുക. അത്യാവശ്യം നല്ല ഇറക്കം ഉണ്ടല്ലോ, ഇത്രയും നെക്ക് നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇതിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അത്ര വലിയ ആനക്കാരിയായിട്ടുള്ള വർക്കൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു വർക്ക് വേണമല്ലോ വിചാരിച്ചിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. ഓക്കെ, സ്ലീവിന് ഈ സൈഡിൽ നിന്ന് കിട്ടിയ ബാക്കി പീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്ലീവിന് എടുക്കുന്നത്. ഒരു 12 ഇഞ്ച് എന്താ പറയുക ഇറക്കം വരുന്ന പോലെയുള്ള സ്ലീവാണ് എടുത്തിട്ടുള്ളത്. 3/4 ഇല്ല, മുട്ട് വരെ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്ലീവ് ജോയിൻ്റ് ആയിരിക്കുമേ വരിക. ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, ജോയിൻ്റ് വരുന്ന പോലെ. സെൻറ്ററിൽ ചെറിയൊരു ജോയിൻ്റ് വരും, കാരണം നമുക്ക് മടക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. സൈഡ് ഓപ്പൺ ആയിട്ടാണ് മൊത്തത്തിലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇരിക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ എടുത്താണ്. ഇതേപോലെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ സൈഡും. നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാം. പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലോത്ത് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടുണ്ട് ആദ്യം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് 4 ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ 4 ഫോൾഡ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് മാത്രം 4 ഫോൾഡ് ചെയ്യുക. അല്ലാതെ നീട്ടി വലിച്ച് അപ്പുറത്തെ സൈഡ് വരയ്ക്കും മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ക്ലോത്ത് വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം മടക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഒരു 15 ഒക്കെ വിടുത്ത് വരുന്ന പോലെയാണ് മടക്കി എടുത്തിട്ടുള്ളത്. കാരണം അതിലും കൂടുതലൊന്നും ആവശ്യമില്ല, പിന്നെ വെറുതെ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കുക. ഞാനിപ്പോൾ അത് ജസ്റ്റ് വിടുത്ത് നോക്കുന്നതാണ് അളന്നിട്ട്. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കാം. ലെങ്ത്ത് ഇപ്പോൾ എനിക്ക് 40 ആണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 42 എടുക്കുന്നുണ്ട്. കാരണം ബെൽറ്റ് ഉൾപ്പെടെ, മനസ്സിലായോ, ബെൽറ്റിൻ്റെ ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 40യും അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എന്നുള്ള രീതിക്ക് 42 എടുത്തിട്ടുണ്ട്. പിന്നെ 10 ഇഞ്ച് വിടുത്ത്, മനസ്സിലായോ, കാരണം ബെൽറ്റാണ് നമ്മൾ എലാസ്റ്റിക്കാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ താഴത്തേക്ക് 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ, 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിടുത്തൊക്കെ ഞാനെടുത്തത് 12, ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, ഇതേപോലെ 12. പിന്നെ താഴെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വീതി കുറക്കാം. മനസ്സിലായോ, ഈ ഒരു ഭാഗം കുറച്ച് വീതി കൂടുതലിരിക്കണം, എന്നാലേ നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യാതിരിക്കുള്ളൂ. ഓക്കെ, ഇനി അത് ജസ്റ്റ്, പിന്നെ പലാസോ ആണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ താഴെ വരയ്ക്കും എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. പലാസോ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, വലിയ ഇതായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ പാൻറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തുള്ള വിടുത്തും ഞാൻ എന്താ പറയുക, മേലെയുള്ള വിടുത്തിൻ്റെ അത്ര തന്നെ താഴെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് പാൻറ്റ് കട്ട് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നെക്കിൽ നമ്മൾ ഇതേപോലെയാണ് വെക്കുന്നത്, മനസ്സിലായോ. ആ ഒരു പാൻറ്റിൻ്റെ പീസ് ഫ്രണ്ടിൽ നെക്കിൽ ഇതേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്പേസ് ഇത്രയും വലുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു പീസ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അളവും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇതേപോലെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇതേപോലെ നെക്കിൽ വരുക ചെയ്യാം. അപ്പോൾ എത്ര ലെങ്ത്തിൽ വെക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്, ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സ്ലോ ആക്കി പറഞ്ഞത്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം ആ ഒരു ചുരിദാർ എന്താ പറയുക, ആ ഒരു ടോപ്പിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതന്നെ എടുക്കുക. അത് ഉണ്ടാവും എന്തായാലും, സൈഡിലൊക്കെ പീസായിട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ, അതെടുക്കുക. എന്നിട്ട് നമുക്കിതേപോലെ നല്ല വശം അതിൻ്റെ മേളിൽ ഇതേപോലെ വരുന്ന പോലെയാണ് വെക്കേണ്ടത്. ഇതേപോലെ വരുന്ന പോലെ വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ക്യാൻവാസ് വെക്കാണ്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ക്യാൻവാസ് വെച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ പ്രിന്റ് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു 1/4 ഇഞ്ചിലൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലേ നമ്മൾ ചെറിയ കട്ട് കൊടുക്കണം. സൈഡിൽ ഇങ്ങനെ അപ്പുറത്തെ എൻഡ് വരയ്ക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളിത് മടക്കി
തയ്ക്കുമ്പോൾ ഒരു എന്താ പറയുക ചുരുണ്ട പോലെയൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല വശത്തേക്ക് വെക്കുക. ഇനി അത് കഴിഞ്ഞ് ഞാൻ കണ്ടില്ലേ സൈഡിൽ ഇത്രയും ക്ലോത്തൊക്കെ ഉണ്ട്, നമുക്ക് 1 ഇഞ്ചിൽ എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കണം. താഴത്തെ പീസ് കട്ട് ചെയ്ത് പോകരുത്, അത് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡ്. ഞാൻ അധികവും ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും, കാരണം നമ്മളിത് വീതിയിലാണല്ലോ എടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു അറ്റം നമ്മളിങ്ങനെ മടക്കിയിട്ട് തയ്ക്കണം. മനസ്സിലായോ? അപ്പുറത്തെ എൻഡ് വരയ്ക്കും ഇതേപോലെ ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഉള്ളിലോട്ടേക്ക് മടക്കി എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ആദ്യം നമ്മൾ ഒരു ലൈന് അറ്റത്തുകൂടെയും പിന്നെ ഒരു 4 ഇഞ്ചൊക്കെ വിട്ടിട്ട് അപ്പുറത്തൂടെയും കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. കണ്ടില്ലേ? ഇതേപോലെ ഡബിൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ക്യാൻവാസ് വെച്ച പോലെ തന്നെ തോന്നുള്ളൂ. നമുക്ക് നീറ്റായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉള്ളിലിവിടെ ഇങ്ങനെ വെക്കാനുള്ള പീസ്, ആ പാൻറ്റിൻ്റെ പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് എത്ര ഇറക്കം നെക്ക് വേണമെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് 5.5 വേണ്ടതിൽ മേളിൽ നിന്ന് 5.5 ഒരു മാർക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. സെയിം തന്നെ ഈ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് അതവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് അവിടെ എന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഈ ഒരു കറക്റ്റായിട്ട് 5.5 ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻറ്റിൻ്റെ പീസ് ഇതെടുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ആദ്യം ഇതിൻ്റെ ഒരറ്റം മടക്കി തയ്ക്കണം. ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുക, എന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മടക്കിയിട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ വെക്കുക. എന്നിട്ട് ആ ഒരു 5.5 ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വരുന്ന പോലെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വരുന്ന പോലെ തന്നെ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് പോയി ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്, നീറ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 2 സൈഡിലുമായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തും സൈഡിലും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതേപോലെ വെച്ച് കൊടുക്കുക. ഒരു 3-4 പിന്നെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ താഴത്തും കൊടുക്കുന്നുണ്ട്, വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ വരയ്ക്കും. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എന്നുള്ളതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതേപോലെ നെക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. വളഞ്ഞൊന്നും പോവില്ല, കാരണം ഓൾറെഡി നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഇതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് നെക്കും ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും നിങ്ങൾക്ക് മാറ്റമൊക്കെ വരുത്താം. ഞാൻ ജസ്റ്റ് ഇതേപോലെ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ഇഞ്ചോ അല്ല ഒരു 1/2 ഇഞ്ചോ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ബാക്കി വന്നതും കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗമാണ്. ബാക്കിൽ നെക്ക് നമ്മൾ എപ്പോൾ എങ്ങനെയാണോ ചെയ്ത സെയിം അതേപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതും കൂടി ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും 2 ഭാഗവും ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് അത്യാവശ്യം നല്ല ഇറക്കമുള്ള നെക്കാണല്ലോ, ബാക്കിലും 5.5 ഫ്രണ്ടിലും 5.5 അപ്പോൾ അതുകൊണ്ട് ഇത്രയും വിടുത്ത് നമുക്ക് ഷോൾഡറിന് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 3 ഇഞ്ച് മാത്രം വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാണ്. അത് നമുക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു, പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണേൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും, അതാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഷോൾഡർ കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പീസ് നിങ്ങൾക്ക് കട്ട് ചെയ്യണേൽ ഇതേപോലെ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം ഇറക്കി കട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ അതിൽ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. ഞാൻ രണ്ടും ഒരുപോലെ, ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറ്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ.
പിന്നെ ഈ ഒരു സ്ലീവിൻ്റെ പീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ജോയിൻ്റ് ഉണ്ടാവും, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സെൻറ്ററിൽ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിൽ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്ലീവിൻ്റെ അവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ആ മാർക്ക് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സൈഡ് ഓപ്പൺ ചെയ്യാൻ ഒരു പാടുമില്ല, വളഞ്ഞൊന്നും പോവാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേന്ന് ഇതേപോലെ മടക്കി പിന്നെ ഒരു മടക്കുമല്ലോ, ഇത് നമ്മൾ മേളത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ വരയ്ക്കും സെയിം അളവ് തന്നെ ആയിരിക്കണം. കൂടുകയും കുറയും ഒന്നും ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വരണം. പിന്നെ ഈ ഒരു വീതി ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇവിടുന്ന് മുതൽ ഇതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് മേളിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് കൂടുതലായി പോകാനോ കുറയാനോ പാടില്ല. സെയിം തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. മടക്കി എടുത്താൽ മതി. ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളഞ്ഞൊന്നും പോവാണ്ട് കറക്റ്റായിട്ട് കിട്ടും. അത് എന്താ പറയുക, ഈ താഴേന്ന് എത്രയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ മേളിൽ വരയ്ക്കും അതേപോലെ ആ ഒരു വീതിയിൽ ഇതേപോലെ വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഒരു അറ്റം എത്തുമ്പോൾ നമ്മൾ ആ ഒരു കൂട്ടിയടിച്ച സംഭവം ഉണ്ടല്ലോ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് സൂചി താഴ്ത്തി, സൂചി താഴ്ത്തിയിട്ട് നമ്മൾ ഫൂട്ടിനെ ഉയർത്തി വയ്ക്കുക. എന്നിട്ട് ഇതിനെ തിരിക്കുക, മനസ്സിലായി, തിരിച്ച് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഫൂട്ടിന് താഴ്ത്തിയ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അവിടെ വീണ്ടും സൂചി താഴ്ത്തി എന്നിട്ട് ഫൂട്ടിനെ ഉയർത്തി വയ്ക്കുക. എന്നിട്ട് വീണ്ടും അതിനെ തിരിച്ചെടുക്കുക, വീണ്ടും ഫൂട്ടിനെ താഴ്ത്തുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുക. അതാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മുടെ സ്റ്റിച്ച് മാറിപ്പോവില്ല. അങ്ങനെ ഫൂട്ട് താഴ്ത്തി എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് തീർന്നില്ല. നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കൂടി ചെയ്യണം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അപ്പുറത്തെ അറ്റം വരയ്ക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നെ പോവുക, മനസ്സിലായോ? പിന്നെ ഈ ഒരു എൻഡ് എത്തുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൂചി താഴ്ത്തിയിട്ട് എടുത്താൽ മതി. അപ്പോൾ വളഞ്ഞൊന്നും പോവാതെ ഇവിടെ ഇങ്ങനെ സൂചി താഴ്ത്തി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഉയർത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു ഇഷ്യൂവേ ഉണ്ടാവില്ല. പിന്നെ അളവ് കറക്റ്റായിരിക്കണം. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുന്ന ആ ഒരു മടക്ക് കറക്റ്റായിരിക്കണം. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു വളവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല നീറ്റായിട്ട് സൈഡ് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഒരു വളഞ്ഞ പോലെ ഒന്നുമില്ലല്ലോ, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു വിടുത്ത് നമ്മൾ താഴെ വരയ്ക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ. മനസ്സിലായത്? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു വിടുത്ത് നമ്മൾ താഴെ വരയ്ക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. എത്രയാണോ മടക്കുന്നത് ആ മടക്ക് നമ്മൾ താഴെ വരയ്ക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഇത് നമ്മൾ താഴെ വരയ്ക്കും ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമുക്ക് പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. പലാസോ ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ പാൻറ്റിൻ്റെ അറ്റം, ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ആദ്യം നമുക്കത് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇതേപോലെ വെച്ചിട്ട് ആദ്യം ഞാൻ അതാണ് തയ്ച്ചു കൊടുക്കുന്നത്, മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല വശവും ഇതേപോലെ വരുന്ന പോലെ മടക്കിയെടുക്കുക. നമുക്ക് താഴെ നിന്ന് ഈ ഒരു ക്രോച്ച് ഏരിയ വരെ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഇവിടുന്ന് താഴേന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഒരു ഏരിയ വരയ്ക്കും, സീറ്റിൻ്റെ ഈ ഒരു ഏരിയ വരയ്ക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഒന്നും ചെയ്യേണ്ട കേട്ടോ, അത് അവിടെ തന്നെ വയ്ക്കുക. നമ്മൾ ആ ഒരു ഭാഗം മാത്രം ഇപ്പം നോക്കിയാൽ മതി, താഴെ വരയ്ക്കും, അത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മറിച്ചിട്ടിട്ട് നല്ല വശത്തേക്ക് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ ഒരു ഭാഗം നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രം പോരാ, നമുക്ക് ഓപ്പോസിറ്റും കൂടി ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗവും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശവും ഒന്നിച്ചിട്ട്, മനസ്സിലായോ,
ഇതിൻ്റെയും ഒന്നിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വയ്ക്കുക. പിന്നെ റൗണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തെ എൻഡ് വരയ്ക്കും ഒന്നിച്ച് ചെയ്യുക. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വന്നിട്ട് സീറ്റിൻ്റെ അവിടുന്ന് പിന്നെ അപ്പുറത്തെ ഭാഗത്ത്, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഭാഗവും കൂടി നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബെൽറ്റാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ബെൽറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മളിവിടെ ബാൻഡ് പോലെ കൊടുക്കുന്നത്. പിന്നെ ആദ്യം നമ്മൾ എത്ര വീതി വേണമെന്നുള്ളത് നമ്മൾ എലാസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ഏത് എലാസ്റ്റിക്കാണ് എടുക്കുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ 1 ഇഞ്ചൊക്കെ വരുന്ന എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, പാൻറ്റ് ഇടുന്ന ആ ഭാഗത്ത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്. ഞാൻ ജസ്റ്റ് അത് ഇതേപോലെ എന്താ പറയുക ടൈറ്റായിട്ട് വെച്ച് നോക്കും. എന്നിട്ട് ഇതേപോലെ വെച്ച് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അങ്ങനെ നോക്കി കട്ട് ചെയ്തെടുക്കാറാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതേപോലെ എടുത്താൽ മതി. ഇനി ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി പിന്നെ ഇതിന് നല്ല വിഡ്ത്തിൽ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള സ്പേസ് വേണം. ആ ഒരു ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പക്ഷേ 1 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ വിട്ട് കൊടുക്കുക, എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എലാസ്റ്റിക് പോകാനുള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയേ ഉള്ളൂ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഉണ്ടല്ലേ, ഇതേപോലെ ഞാൻ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിർത്തുക. ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇനി നമുക്ക് എലാസ്റ്റിക് പിന്ന് വെച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനാണ് ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യുക, നമുക്ക് എലാസ്റ്റിക് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് അപ്പുറത്തെ എൻഡിൽ എത്തിക്കണം. മനസ്സിലായി, ഇതേപോലെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെയാണ് വെക്കേണ്ടത്, മേളിലായിട്ട് വരുന്ന പോലെ, അല്ലാതെ ചെയ്യരുത്. ഇതേപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും നമുക്ക് നീറ്റായിട്ട് കിട്ടുക. ഇതേപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായി, ഇതേപോലെ ചെയ്തിട്ട് അങ്ങോട്ട് വിടുക. ഇനി ആ ഒരു ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യണം, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ഇത് എല്ലാ വശത്തേക്കും എന്ത് ചെയ്യുക, എലാസ്റ്റിക് എത്തുന്ന പോലെ നമ്മൾ വലിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഫിനിഷായി. അത്രയേ ഉള്ളൂ. നമ്മുടെ പാൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പലാസോ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പാൻറ്റും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ ടോപ്പും പാൻറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നെക്കിൽ ചെറിയൊരു ഡിസൈന് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് പ്ലെയിനായിട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് പാൻറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ നെക്കിൽ ഇതേപോലെ വെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് പ്ലെയിനായിട്ടുള്ള ടോപ്പിൽ എന്താ പറയുക ഡിസൈനായിട്ടുള്ള നെക്കിലൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.